വർഷം 2010 വൈശാഖ് എന്ന ഹിറ്റ് മേക്കറുടെ ആദ്യ സിനിമയുടെ റിലീസ് ദിവസം മെഗാസ്റ്റാർ മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന പോക്കിരി രാജ ഹൈപ്പിന്റെ കൊടുമുടി കീഴടക്കി നിൽക്കുന്ന നേരം പാട്ടും മേളവുമായി അത്യാഡംബരത്തോടു കൂടിയുള്ള റിലീസാണ്. അന്ന് കട്ട മമ്മൂട്ടി ഫാനായ ഒരു 10ാം ക്ലാസ്സുകാരൻ എങ്ങനെയൊക്കെയോ തന്റെ സ്പെഷ്യൽ എക്സാം പൂർത്തിയാക്കി അതേ പരീക്ഷാ പേപ്പർ കഷ്ണങ്ങളാക്കി മുറിച്ച് കയ്യിൽ കരുതി കവിതാ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടി. പോക്കിരി രാജയുടെ ഗെറ്റപ്പിൽ ഫാൻസുകാർ അണിനിരന്ന റാലിയിൽ ആവേശം നിറച്ച് കൂടെ കൂടി. തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ട്വിസ്റ്റ്. ഘോഷയാത്രയുടെയും റിലീസ് ആവേശങ്ങളുടെയും വിഷ്വലുകൾ ചാനലിൽ പോകുന്നു. ആവേശപ്പെരുപ്പിൽ യൂണിഫോം പോലും മാറാതെ തിയേറ്ററിലെത്തി അവനെ തിരിച്ചറിയുക പ്രയാസമല്ലല്ലോ. തിയേറ്ററിലെ ലാത്തിക്കടിക്ക് പുറമെ വീട്ടിൽ നിന്നും കിട്ടി ചൂടുള്ള മധുരം. മമ്മൂട്ടി ചിത്രത്തിന് ഓളം പകരാൻ മുന്നിലെത്തിയ സ്റ്റേജുകളിൽ ചുവടുവെച്ച് ആഘോഷിച്ചിരുന്ന 10ാം ക്ലാസ്സുകാരൻ ഇന്ന് അതേ താരത്തിനൊപ്പം തന്റെ കരിയർ പീക്ക് ചിത്രത്തിന്റെ വിജയമധുരം നുകരുകയാണ്. ചത്താപ്പച്ചയിലെ ലോക്കോ ആയി, വോൾട്ടറിന്റെ മകനായി, ഒരു കട്ട ജോൺസന ഫാനിൽ നിന്നും ചത്താപ്പച്ചയുടെ ഹരമായി മാറുന്ന അർജുൻ അശോകൻ. സംവിധാന സഹായിയായി ചേരാൻ ശുപാർശയോടെ എത്തിയ അർജുൻ അശോകനെ സൗബിൻ ഷാഹിർ തന്റെ ആദ്യത്തെ സംവിധാന സംരംഭത്തിൽ പ്രധാന വേഷങ്ങളിലൊന്നിലേക്ക് കാസ്റ്റ് ചെയ്തു. ചെറിയ വേഷങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ടെങ്കിലും പറവ അയാളുടെ കാഴ്ചപ്പാട് തന്നെ തിരുത്തി എഴുതി. കാഴ്ചക്കാരന് തെറാപ്പിയേക്കാൾ അനുഭൂതി നൽകിയ പറവ ആ കലാകാരന് സമ്മാനിച്ചത് മലയാള സിനിമയുടെ മുൻനിര താരങ്ങളിലേക്ക് ഉയരാനുള്ള പൊട്ടൻഷ്യൽ കൂടിയാണ്. മട്ടാഞ്ചേരിയുടെ ഊടുവഴികൾ ഓരോന്നും പുത്തൻ പാടങ്ങൾ തുറന്നിട്ട് സ്വാഗതമരളി. തന്റെ ചുറ്റും ജീവിച്ച മനുഷ്യരിലേക്ക് കണ്ണും ഹൃദയവും തുറന്നു വെച്ച് സ്വാഭാവിക അഭിനയത്തിന്റെ പാഠങ്ങൾ ഹൃദയസ്ഥമാക്കി അയാൾ അത്ഭുതങ്ങൾ തുടരുകയാണ്. കഥയുടെ ആഴങ്ങളിലേക്ക് ഹൃദയം ഒളിപ്പിക്കുന്ന മാന്ത്രികത. വീണ്ടും അതേ മട്ടാഞ്ചേരിയിലേക്ക് ലോക്കോയായി അയാൾ കടന്നു വരുമ്പോൾ സ്വയം എക്സ്പാൻഡ് ചെയ്യാൻ എന്തും ത്യജിക്കുന്ന ഒരു എന്തൂസിയാസ്റ്റിനെ കൂടിയാണ് മലയാള സിനിമ സ്വന്തമാക്കുന്നത്. ഒരേ സമയം എന്റർടൈനറുടെ ലൈറ്റ് വെയ്റ്റ് സ്വാഗും തേവന്റെ അസാമാന്യ പൊട്ടൻഷ്യലും കൂട്ടുകെട്ടിന്റെ ഹരവും തെളിയിക്കുന്ന അർജുൻ അശോകൻ. ചത്താപ്പച്ച പ്രേക്ഷകരിലേക്ക് കൂട്ടിമുട്ടിച്ച എല്ലാ വൈകാരികതയിലും ഒതുക്കത്തോടെ നിന്ന കഥാപാത്രമായിരുന്നു അർജുന്റെ ലോക്കോ. റോസമ്മയുടെ അച്ഛനായും വെട്രിയുടെ സഹോദരനായും കൂട്ടുകാരുടെ കൂടപ്പിറപ്പായും സാവിയോ കളത്തിൽ തിളങ്ങി. ഫൈറ്റ് സീനുകളിൽ അയാളുടെ ബൗണ്ടറികൾ എളുപ്പത്തിൽ മുറിച്ചു മാറ്റപ്പെടുന്നത് കണ്ടു. ഇമോഷണൽ രംഗങ്ങളിൽ അണുവിട തെറ്റാതെ അയാൾ കൺട്രോൾഡായി. മറ്റൊരാളുടെ ഹീറോയിക് മൊമെന്റിന് ഭംഗം വരുത്താതെ മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കുക കൂടെ ചെയ്തു. അതിഗംഭീരമായി കെട്ടിയൊരുക്കിയ വേദിക്ക് നടുവിലായി അയാൾ തന്റെ എതിരാളികളെ കാണാതെ ജീവിതം കാണുകയാണെന്ന് പ്രേക്ഷകർക്ക് കത്തി. കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമകളുടെ ബെസ്റ്റ് ഫ്ലേവറുകളിൽ താൻ ഫിറ്റാണെന്ന് തെളിയിക്കുക കൂടിയാണ് അവിടെ അർജുൻ അശോകൻ എന്ന നടൻ. രോമാഞ്ചത്തിലെ സകല ബഹളങ്ങളും അടങ്ങി കഥ അതിന്റെ ലോവർ പോർഷനിൽ സെറ്റിലായിരിക്കുന്ന പോയിന്റിലാണ് ജിത്തു മാധവൻ അയാളുടെ അർജുനനെ കളത്തിലിറക്കുന്നത്. ചിരിയുടെ ചങ്ങലകൾ പതിയെ മുറുക്കമയച്ച കഥാന്ത്യത്തിലേക്ക് മകനെ നിൽ എന്ന് പറയുന്ന ലാഘവത്തിൽ സിനിമോൻ കടന്നുവരും. വീണ്ടും അവിടെ കെയോസിന്റെ പൂരമാണ്. മനുഷ്യ മയങ്ങാത്തതെന്തേ എന്ന ചോദ്യം പോലെ മുൾമുനയിൽ കാഴ്ചക്കാരെ ഇരുത്തുന്ന സിനു അനാമികയുടെ വീട് തിരിച്ചറിയുന്ന പോയിന്റിൽ ആ അതിശയം സിനിമയുടെ പീക്ക് കാട്ടിത്തരും. ആദരാഞ്ജലിക്കൊപ്പം തലയാട്ടിയുള്ള ആ ചിരി കേരളത്തിൽ ആകപ്പാടെ എളുപ്പം പടർന്നു കയറി. ഒച്ചയില്ലാ സാക്ഷിയായി സിനിമോൻ ഒരു ഫൺ എന്റർടൈനർ സിനിമയുടെ മധുരവും കയ്പുമായി. തുടർച്ചയായി പിന്നീട് വന്നത് പ്രണയവിലാസത്തിലെ സൂരജും തുറമുഖത്തിലെ ഹംസയും. പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി ഓർമ്മിപ്പിച്ച ഹംസയും അയാളുടെ രക്തസാക്ഷിത്വവും അതിന്റെ നീറ്റലും അർജുൻ അശോകൻ എന്ന നായകന്റെ റേഞ്ച് തെളിയിക്കുന്നതായിരുന്നു. മട്ടാഞ്ചേരി മൊയ്തുവിന് നേരെ നെഞ്ചു വിരിച്ച് എതിർത്ത് നിൽക്കാൻ വലിപ്പമുണ്ടായിരുന്നു ആ ഹംസയ്ക്ക്. തുടർന്ന് വന്ന സിനിമകളിൽ അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അയാൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം നിഷ്കളങ്ക കഥാപാത്രങ്ങളിലും നായകരിലും ഒതുങ്ങിയ അർജുന്റെ പീക്ക് പെർഫോമൻസ് വീണ്ടും കാണുന്നത് കലിയുഗത്തിന്റെ മറ്റൊരു അപഭ്രംശത്തിലാണ്. രാഹുൽ സദാശിവന്റെ ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ വില്ലൻ വേഷത്തിന് മറുപുറത്തിരുന്ന നായകനായി. സമയം കുരുക്കിൽപ്പെട്ട് കറങ്ങുന്നതിനൊപ്പം വൃദ്ധനായും യുവാവായും എളുപ്പം മാറുന്ന തേവന്റെ ശരീരഭാഷയെ അത്ഭുതകരമാം വിധത്തിലാണ് അയാൾ ഒരുക്കിയത്. കയ്യിൽ വന്നു ചേരുന്ന പവറിൽ പൂർണ്ണമായും സ്വത്തും ത്യജിക്കുന്ന ചാത്തനായാണ് സ്ക്രീൻ വിടുന്നതും. കഥയുടെ ഹൈയെ കുറിച്ചോ കഥാപാത്രത്തിന്റെ ചലഞ്ചുകളെ കുറിച്ചോ അല്ല അപ്പോഴും അയാൾ വാചാലനായത്. ബാല്യം മുതൽ ആരാധിച്ചു പോന്ന മമ്മൂക്കയുമായുള്ള നീണ്ട നാളത്തെ ഒത്തുചേരലിനെ കുറിച്ചാണ്. ഹരിശ്രീ അശോകന്റെ മകൻ എന്ന മേൽവിലാസത്തിൽ നിന്നും മലയാള സിനിമയിലെ മുൻനിര താരമെന്ന ലേബലിലേക്ക് അർജുൻ അശോകൻ വന്നു ചേരുന്നത് പരീക്ഷണങ്ങളിലെ ജയപരാജയങ്ങളുടെ രുചി അറിഞ്ഞാണ്. ബിടെക്കിലെ ആസാദും ജൂണിലെ ആനന്ദും മധുരത്തിലെ കെവിനും അജഗജാന്തരത്തിലെ കണ്ണനും കടന്ന് നായകന്റെ കുപ്പായമണയുമ്പോഴും അയാളിൽ സാധാരണത്വം കൂടെയുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിഷിൽ നമ്മുടെ കൂടെ തലവര തെളിഞ്ഞു കാണുന്നതും. നമുക്കൊക്കെയും സാധ്യമാകുന്ന അസാധാരണത്വങ്ങൾ മാത്രമുള്ള പലപ്പോഴും പിഴവുകളുള്ള നായകൻ. താരേ സമീൻ പർ മൂടായിരുന്നു ബാല്യത്തിനെന്ന് തമാശയോടെ പറഞ്ഞു വെക്കുന്ന ഒരു ഡിസ്ലെക്സിക് കിഡിൽ നിന്നും നായകത്വത്തിലേക്കുള്ള അയാളുടെ യാത്രകൾ അവസാനിക്കാതിരിക്കട്ടെ.